ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും. ക്രിസ്ത്യാനികൾക്കിടയിൽ അവനൊരു പേരേ ഉള്ളൂ, ലൂസിഫർ. ഈ മാസ് ഇൻട്രോ ഒക്കെ കൊടുത്തത് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയനെ പറ്റി പറയാനാണ്. ഈ ഏരിയയ്ക്ക് 3 സെറ്റപ്പിലും 3 ഡിഫറെൻറ്റ് നെയിംസാണ്. അതായത് ഓർഡർ ഫ്ലോയിൽ വരുമ്പോഴത്തേക്കും ഇതിനെ ഒരു ലോ വോളിയം നോഡെന്ന് പറയും, അതല്ലെങ്കിൽ ഒരു വാല്യൂ ഏരിയ എന്ന് പറയും. ICT SMCയിൽ ഇതിനെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും. ഇനി അതല്ല, നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിനെ സിംഗിൾ ഇംപ്രിൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 3 സെറ്റപ്പിലും വാലിഡാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഏരിയയുടെ റേഞ്ച് വരുന്നത് 26,410 മുതൽ 26,423 വരെയുള്ള ഒരു ബാൻഡാണ്. അപ്പോൾ ഇത് ഞാൻ ഓർഡർ ഫ്ലോയിൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഓർഡർ ഫ്ലോയിൽ ഈ ഏരിയ നമ്മൾ കുറച്ചങ്ങ് സൂം ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവിടെ ഒരു ഗ്രീൻ ബാൻഡ് കണ്ടോ? ഈ ഗ്രീൻ ബാൻഡ് ഫോം ചെയ്തത് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുമ്പോൾ ഒരു ഫോം ചെയ്തൊരു ഇംബാലൻസ് കാരണമാണ്. അവിടെ ഹ്യൂജ് വോളിയം നോഡ്സ് ഉള്ള കാരണം അവിടെ മാർക്കറ്റ് തിരിച്ച് ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി വരുമെന്നാണ് ഓർഡർ ഫ്ലോയിൽ പറയുന്നത്. അപ്പോൾ അത് ഇന്നലെ കറക്റ്റായിട്ട് വന്നു. നമ്മൾ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഡേ ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് അവിടെ തിരിച്ച് വന്ന് ആ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മേലോട്ട് തിരിച്ച് കയറിപ്പോയത്. ഈ വാല്യൂ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബയേഴ്സിനെയും ഏറ്റവും കൂടുതൽ സെല്ലേഴ്സിനെയും സ്പോട്ട് ചെയ്ത ഒരു ഏരിയയാണ്. ഈ ഏരിയ നമുക്ക് വോളിയം പ്രൊഫൈലിൽ നോക്കുകയാണെങ്കിൽ ആ 2 ബിഗ് നോട്ട്സിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ സ്പേസ് ആണ്. ഇനി അടുത്ത് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ നോക്കാം. ഈ മാർക്കറ്റ് പ്രൊഫൈലിൽ മാർക്കറ്റ് രാവിലെ മേലോട്ട് പോയ സമയത്ത് കുറേ സിംഗിൾ ഇംപ്രിൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മേളിൽ പോയത്. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ തിയറി പ്രകാരം ഈ സിംഗിൾ ഇംപ്രിൻസ് ഒരു ട്രെൻഡിങ് ഡേയിൽ റീഫില്ല് ചെയ്യാനുള്ള ചാൻസ് ജസ്റ്റ് 30% ആണ്. അതായത് 70%ഉം അത് സെയിം ഡേ മാർക്കറ്റ് ഒന്നും റീടെസ്റ്റ് ചെയ്യില്ല. പക്ഷേ നമ്മുടെ കേസിൽ ഇന്നലെ അത് സെയിം ഡേയിൽ തന്നെ വന്ന് തിരിച്ച് വന്നു, അത് എടുത്തിട്ട് പോയി. അപ്പോൾ ഈ സെയിം ഏരിയയാണ്. ഈ സെയിം ഏരിയ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കിയാലും വാലിഡാണ്. നമുക്ക് SMCയിലോട്ട് വരാം. SMCയിലോട്ട് വന്നപ്പോൾ ഈ സെയിം ഏരിയ നമ്മളൊരു 50 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പറ്റി അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് വന്നിട്ടാണ് തിരിച്ച് മാർക്കറ്റ് കയറി പോയത്. സോ ഈ ഏരിയ നമ്മൾ ഏത് കൺസെപ്റ്റ് വെച്ച് നോക്കിയാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് കാര്യമായിട്ട് തോന്നി. അപ്പോൾ അത് കാരണമാണ് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി തോന്നിയത്. താങ്ക് യു.